തുല്യമായ 3 സമപാർശ്വ ലംബകങ്ങൾ 3 ഈക്വൽ ഐസോസെലസ് ട്രപ്പീസിയംസ് ആണ് നമുക്കിവിടെ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. ഇവിടെ ചിത്രത്തിൽ നമുക്കറിയാം 2 സെൻറ്റിമീറ്ററാണ് മുകളിലുള്ള നീളം, 5 സെൻറ്റിമീറ്ററാണ് താഴെയുള്ള നീളം. ഇവിടെ ഒരു 3 ഐസോസെലസ് ട്രപ്പീസിയംസ് ആണുള്ളത്. ഇത് സമഭുജ ത്രികോണം വരയ്ക്കാൻ എളുപ്പമാണ്. നമുക്ക് 5 സെൻറ്റിമീറ്ററുള്ള സമഭുജ ത്രികോണം, അതേപോലെ തന്നെ 2 സെൻറ്റിമീറ്ററുള്ള സമഭുജ ത്രികോണം വരയ്ക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ അതാദ്യം നമുക്ക് 5 സെൻറ്റിമീറ്ററുള്ള ഒരു സമഭുജ ത്രികോണം ഈക്വലായിട്ട് ട്രയാങ്കിൾ എങ്ങനെ വരയ്ക്കാൻ നോക്കാം. സ്കെയിൽ എടുക്കാം. ആദ്യം 5 സെൻറ്റിമീറ്റർ ലൈന് വരയ്ക്കാം. 5 സെൻറ്റിമീറ്റർ ലൈന് വരച്ച് ശേഷം ഈക്വലായിട്ട് ട്രയാങ്കിൾ അതായത് സമഭുജ ത്രികോണം നിർമ്മിക്കാം. ബേസ് വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കോമ്പാസ് എടുത്തുകൊണ്ട് നമുക്ക് 2 സൈഡിലും 5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തുള്ള സമഭുജ ത്രികോണം നമുക്ക് കൃത്യമായിട്ട് കിട്ടും. കോമ്പസ് എടുത്തതിന് ശേഷം 2 എൻഡിലും കുത്തിക്കൊണ്ട് വീണ്ടും ഇതേ 5 സെൻറ്റിമീറ്റർ വരച്ചു കഴിഞ്ഞാൽ ഈ കൺസ്ട്രക്ഷൻ നമ്മൾ മുന്നേ പഠിച്ചതാണ്. 5 സെൻറ്റിമീറ്റർ എടുക്കുന്നു, ഒരു ആർക്ക് വരയ്ക്കുന്നു, ഒരു ചാപം വരയ്ക്കുന്നു, വൃത്തഭാഗം വരയ്ക്കുന്നു, ഇപ്പുറത്ത് കുത്തിയിട്ട് വീണ്ടും 5 സെൻറ്റിമീറ്റർ വരയ്ക്കുന്നു. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ മൂന്നാമത്തെ വെർട്ടെക്സ് നമുക്ക് കിട്ടി. ലൈൻ എടുക്കുന്നു, യോജിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് പുറത്തുള്ള 5 സെൻറ്റിമീറ്ററുള്ള സമഭുജ ത്രികോണം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിലുള്ള ഈ സമഭുജ ത്രികോണം നിർമ്മിക്കാൻ ഈ ലംബകത്തിൻ്റെ ഐസോസെലസ് ട്രപ്പീസിയത്തിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ നമ്മൾ ചെയ്യണം. താഴെയുള്ള ആംഗിൾ നമുക്കറിയാം 60 ഡിഗ്രിയാണ്. അപ്പോൾ മൊത്തം 60 ഡിഗ്രി ആകുമ്പോൾ ഓരോ ആംഗിളും 30 ഡിഗ്രി ആയിട്ട് മാറും. ഐസോസെലസ് ട്രപ്പീസിയത്തിൻ്റെ സമപാർശ്വ ലംബകത്തിൻ്റെ താഴെയുള്ള ആംഗിൾ 30 ഡിഗ്രി മനസ്സിലായി. അപ്പോൾ നമ്മൾ ഇടതുഭാഗത്ത് വെച്ച് 30 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. 30 ഡിഗ്രി മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിലൂടെ ഒരു കൺസ്ട്രക്ഷൻ ഒരു ലൈൻ കിട്ടും. ഇതേപോലെ തന്നെ ഇടതുഭാഗത്ത് വെച്ചുകൊണ്ട് വീണ്ടും 30 ഡിഗ്രി മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ കോർണറിൽ നിന്ന് പോകുന്ന വെർട്ടെക്സിൽ നിന്ന് പോകുന്ന ശീർഷങ്ങളിൽ നിന്ന് പോകുന്ന ലൈനുകളാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ 30 ഡിഗ്രിയാണ് മാർക്ക് ചെയ്യുന്നത്. ഇത് വരച്ചു. ഇനി നമുക്ക് മുകളിൽ നിന്നുള്ള 30 ഡിഗ്രി കൂടി വരയ്ക്കണം. ഇവിടെ നിന്നുള്ള 30 ഡിഗ്രി വരയ്ക്കുമ്പോൾ ഈ വെർട്ടെക്സിൽ നിന്ന് പോകുന്ന ഓരോ ലൈന് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റി. മൂന്നാമത്തെ ലൈനും നമ്മൾ വരച്ചു. ഇപ്പോൾ നമ്മൾ ശീർഷത്തു നിന്ന് പോകുന്ന ലൈനുകളാണ് വരച്ചിരിക്കുന്നത്. നമുക്ക് ബേസിൽ നമ്മൾ എന്ത് ചെയ്യണം? ഐസോസെലസ് ട്രപ്പീസിയം വരയ്ക്കണം. അപ്പോൾ അതിന് ഈ 5 സെൻറ്റിമീറ്റർ വരച്ചു കഴിഞ്ഞു. ഇനി ഈ താഴത്തുള്ള ഐസോസെലസ് ട്രപ്പീസിയത്തിൽ ഒരു സാമാന്തരികം പാരലോഗ്രാം കൺസ്ട്രക്ട് ചെയ്യുക. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ പാരലോഗ്രാം ആവും. അപ്പോൾ ഈ 5 സെൻറ്റിമീറ്ററിൻ്റെ മുകളിൽ ലെങ്ത്തും ഈ താഴെയുള്ള ലെങ്ത്തും 2 സെൻറ്റിമീറ്റർ ആവും. ഇപ്പുറത്തുള്ള സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ ആവും. ഈ ആംഗിൾ അപ്പുറത്തും 30 ഡിഗ്രി ആവും. അപ്പോൾ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം? ബേസിലെ 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യണം. അപ്പോൾ 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. ഇനി 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് അവിടെ ആംഗിൾ നോക്കാം. നമുക്ക് ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. പാരലൽ ലൈൻസ് ഉണ്ട്. സമാന്തരികത്തിൻ്റെ പാരലോഗ്രാമിൻ്റെ ആംഗിൾ നോക്കിക്കഴിഞ്ഞാൽ അത് 30 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ പോയിന്റിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഒരു 30 ഡിഗ്രി കൺസ്ട്രക്ട് ചെയ്യുന്നു. ഇവിടെ വെച്ച് 30 ഡിഗ്രി വരയ്ക്കണം. ഡിഗ്രി മാർക്ക് ചെയ്ത് 30 ഡിഗ്രിയിൽ ലൈൻ വരച്ചു. ഇപ്പോൾ നമുക്ക് ഐസോസെലസ് ട്രപ്പീസിയത്തിൻ്റെ മൂന്നാമത്തെ വെർട്ടെക്സ് കിട്ടിക്കഴിഞ്ഞു.
ഈ പോയിൻ്റത്തെ മൂന്നാമത്തെ വെർട്ടെക്സ് കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ മൂന്നാമത്തെ വെർട്ടെക്സിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, 30 ഡിഗ്രി വരച്ച് കഴിഞ്ഞാൽ ആ ഐസോസെലസ് ട്രപ്പീസിയം കംപ്ലീറ്റ് ആവും. താഴത്തെ 2 ബേസ് വെർട്ടെക്സ് കിട്ടിയിട്ടുണ്ട്, ശീർഷങ്ങൾ കിട്ടിയിട്ടുണ്ട്. മുകളിൽ ഒരു വെർട്ടെക്സും കിട്ടി. ഇനി ആ വെർട്ടെക്സിൽ വെച്ചുകൊണ്ട് അടുത്ത പോയിന്റിലേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ വീണ്ടും ഒരു 30 ഡിഗ്രി മാർക്ക് ചെയ്യണം. അപ്പോൾ ആ വെർട്ടെക്സിൽ വെച്ചിട്ട് 30 ഡിഗ്രി മാർക്ക് ചെയ്യുക. നമ്മൾ 30 ഡിഗ്രി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ലൈൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ താഴെയുള്ള ഐസോസെലസ് ട്രപ്പീസിയം കിട്ടി. ഇപ്പോൾ നമുക്ക് ഒരു ഐസോസെലസ് ട്രപ്പീസിയം താഴെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഉള്ളിലുള്ള ട്രയാങ്കിളിൻ്റെ ഒരു സൈഡും കിട്ടി. 2 സെൻറ്റിമീറ്റർ ആ ട്രയാങ്കിളിൻ്റെ സൈഡ്. ഇനി നമുക്ക് ആ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ എളുപ്പമാണ്. കാരണം ഒരു സൈഡ് കിട്ടിയതുകൊണ്ട് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്താൽ മതി, ഇടത് ഭാഗത്ത് ഒരു 60 ഡിഗ്രിയും വലത് ഭാഗത്ത് ഒരു 60 ഡിഗ്രിയും വരച്ചാൽ മതി. ഇപ്പോൾ ഇടത് ഭാഗത്ത് ആ ബേസുള്ള ട്രയാങ്കിൾ 2 സെൻറ്റിമീറ്റർ ഉള്ളതിൻ്റെ ഇടത് ഭാഗത്തുള്ള 60 ഡിഗ്രി വരയ്ക്കുകയാണ്. ആ 60 ഡിഗ്രി വരയ്ക്കുന്നതോടുകൂടി ഇനി മറ്റേത് വരയ്ക്കേണ്ട 60 ഡിഗ്രി വരയ്ക്കേണ്ട ആവശ്യമില്ല, ആ പോയിന്റിലേക്ക് വരച്ചാൽ മതി. ഇപ്പോൾ നമുക്ക് ഉള്ളിലുള്ള ട്രയാങ്കിൾ കിട്ടി. നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ മാച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കറക്റ്റായിട്ടുള്ള പിക്ചർ നമുക്ക് കിട്ടും. ഐസോസെലസ് ട്രപ്പീസിയം 3 എണ്ണം പുറത്തുള്ള, ഉള്ളിൽ ഇതായിട്ടുള്ള കിട്ടും. ഇത് നമുക്ക് 6 ഈക്വൽ ഐസോസെലസ് ട്രപ്പീസിയങ്ങളാണ് അടുത്ത പ്രോബ്ലം. 6 എണ്ണമാണ് ഇവിടെ തുല്യമായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പിക്ചർ നോക്കാം നമുക്ക്. താഴെ 3 സെൻറ്റിമീറ്ററാണ്, മുകളിൽ 1 സെൻറ്റിമീറ്ററാണ്. ഇതിൻ്റെ ആംഗിൾ നമുക്കറിയാം. ഈ 6 സൈഡിൻ്റെ ആംഗിൾ n-2 × 180/n എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചാൽ n 6 ആണ്. 4 × 180/6 വരും. 4 × 30 that is 120 വരും. അതായത് ഈ പോളിഗണിൻ്റെ പുറത്തുള്ള പോളിഗണിൻ്റെ ഒരു ആംഗിൾ 120 ഡിഗ്രിയാണ്. അപ്പോൾ പുറത്തുള്ള പോളിഗൺ നമുക്ക് പെട്ടെന്ന് വരയ്ക്കാൻ പറ്റും. പുറത്തുള്ള പോളിഗണിൻ്റെ സൈഡ് 3 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 3 സെൻറ്റിമീറ്റർ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ലൈൻ വരയ്ക്കണം. ഇവിടെ കൺസ്ട്രക്ഷൻ ഒന്നും കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ 5 സെൻറ്റിമീറ്ററിൽ ലൈനാണ് വരയ്ക്കുന്നത്. 3 സെൻറ്റിമീറ്റർ പറഞ്ഞിരിക്കുന്നത്. കൺസ്ട്രക്ഷൻ ഒന്ന് കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് 5 സെൻറ്റിമീറ്റർ വരയ്ക്കുക. 3 പകരം 5 വരയ്ക്കുന്നത്. ബാക്കിയുള്ള പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞ അതേപോലെ തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യണം, ഈ ഹെക്സഗൺ കംപ്ലീറ്റ് ആക്കണം, ഷഡ്ഭുജം കംപ്ലീറ്റ് ആക്കണം. അത് നമ്മൾ എൻഡിൽ എന്ത് ചെയ്യണം, 120 ഡിഗ്രിയാണ് പറഞ്ഞത്. ഒരു ആംഗിൾ 120 ഡിഗ്രിയാണ്. 120 ഡിഗ്രി ആംഗിൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കൺസ്ട്രക്ട് ചെയ്യുന്നു. ഒരു സൈഡിൽ 120 വരയ്ക്കണം, അടുത്ത സൈഡിൽ 120 വരയ്ക്കണം. ഈ സൈഡിൽ 120 വരച്ച് കഴിഞ്ഞ് നമ്മൾ മാർക്ക് ചെയ്തു. അടുത്ത സൈഡിലും 120 മാർക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് 3 സൈഡുകൾ കിട്ടാൻ പോവുകയാണ്. ലെങ്ത്ത് കൂടി ക്ലിയർ ആക്കണം. ലെങ്ത്തും കൂടി ക്ലിയർ ആക്കണം. അപ്പോൾ 2 ആംഗിൾ മാർക്ക് ചെയ്തു. നമ്മൾ 2 ലൈൻ വരയ്ക്കുക. ആംഗിൾ ആയിട്ടുള്ളൂ. ആ ലെങ്ത്ത് ക്ലിയർ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ലെങ്ത്ത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് കോമ്പസ് എടുക്കണം. കോമ്പസ് എടുത്ത് കട്ട് ചെയ്യണം. ഇവിടെ നമ്മൾ 5 സെൻറ്റിമീറ്ററാണ് വരച്ചിരിക്കുന്നത്. കോമ്പസ് എടുക്കുന്നു. കട്ട് ചെയ്യുന്നു. ഇതേ ലെങ്ത്ത് എടുക്കുന്നു. ഒരു ആർക്ക് വെച്ച് നമ്മൾ കട്ട് ചെയ്യുന്നു. ഇപ്പുറത്തും നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ആർക്ക് വെച്ച് കട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ 5 സെൻറ്റിമീറ്റർ ഇവിടെ കിട്ടി. ഇനി വീണ്ടും മുകളിലേക്ക് എന്ത് കിട്ടണം, നമുക്ക് അടുത്ത 3 സൈഡ് കിട്ടാനുണ്ട്. വീണ്ടും നമ്മൾ 120 ഡിഗ്രി മാർക്ക് ചെയ്യണം. പൊട്രാറ്റ് എടുത്തിട്ട്
വീണ്ടും 120 ഡിഗ്രി മാർക്ക് ചെയ്യണം. ഡിഗ്രി മാർക്ക് ചെയ്തു. ലൈൻ വരയ്ക്കാം. ഇവിടെയും 120 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. ലൈന് വരയ്ക്കും നമ്മൾ. നേരെ ചെയ്തതുപോലെ വീണ്ടും കട്ട് ചെയ്യണം. ആ ലെങ്ത്ത് വീണ്ടും കട്ട് ചെയ്യണം. ലെങ്ത്ത് കൂടി ക്ലിയർ ആക്കാനുണ്ട്. കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ആർക്ക് കട്ട് ചെയ്യുക. അപ്പോൾ ലെങ്ത്ത് ക്ലിയർ ആയി. അവിടെ ഇവിടെയും ആർക്ക് കട്ട് ചെയ്യുക. അപ്പോൾ ലെങ്ത്ത് ഇവിടെയും ക്ലിയർ ആയി. നമുക്ക് അടുത്ത 2 പോയിൻ്റ് ജോയിൻ ചെയ്താൽ നമുക്ക് പുറത്തുള്ള 6 ഷേപ്പുള്ള പോളിഗൺ, ആ ബഹുഭുജം, അഷ്ടഭുജം നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഈ ആംഗിൾ മാർക്ക് ചെയ്യാണ്. വെർട്ടെക്സ് എന്ന് പോകുന്നത് ആംഗിൾ 120 ആണ്. അപ്പോൾ മിഡിലായിരിക്കുമ്പോൾ പകുതി ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ 60ലാണ് നമ്മൾ ആംഗിൾ മാർക്ക് ചെയ്യേണ്ടത്. 60 മാർക്ക് ചെയ്ത് 60 വരച്ചു. ലെങ്ത്ത് ക്ലിയർ ആക്കാണ്ട്. ലെങ്ത്ത് ക്ലിയർ ആക്കിയിട്ടാണ് വേണ്ടത് നമ്മൾ 60 ഡിഗ്രി മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ലെങ്ത്ത് കൂടി ക്ലിയർ ആക്കിയതിന് ശേഷം 60 ഡിഗ്രി ഫുള്ള് മാർക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് വെർട്ടെക്സ് നിന്ന് പോകുന്ന ലൈൻ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ പോലെ ഈ ഐസോസെലസ് ട്രപ്പീസിയത്തിൽ ഒരു സാമാന്തരികം പാരലോഗ്രാം വരയ്ക്കണം. അപ്പോൾ താഴെ 5 നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ 2 ഐസോസെലസ് ആണ്. ആംഗിൾ നോക്കാം. 120 60 ആണ് വരിക. ബേസ് രണ്ടും 60 ഡിഗ്രി വരും. മോളിൽ 2 120 വരും. നമുക്ക് 5 പറഞ്ഞ് നമ്മൾ ആക്കിയത്. അപ്പോൾ 5 സെൻറ്റിമീറ്റർ ആക്കിയിട്ടുണ്ട്. സാമാന്തരികം വരയ്ക്കുക. സാമാന്തരികം വരയ്ക്കുമ്പോൾ ഈ ലൈൻ ഇവിടേക്ക് വരയ്ക്കുക. ആ ലൈൻ വരയ്ക്കുമ്പോൾ താഴെ സ്പ്ലിറ്റ് ആവും. കാരണം മുകളിൽ 1 സെൻറ്റിമീറ്റർ ആണല്ലോ. അപ്പോൾ ഇവിടെ 4 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ സ്പ്ലിറ്റ് ആവും. ഒന്ന് 4 സെൻറ്റിമീറ്ററും ഇവിടെ 1 സെൻറ്റിമീറ്റർ ആവും. ഇപ്പുറത്ത് 4 സെൻറ്റിമീറ്റർ ആവും. അപ്പോൾ നമ്മൾ സ്കെയിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക? ഈ നേരത്തെ ചെയ്ത പോലെ തന്നെ 4 സെൻറ്റിമീറ്റർ സ്പ്ലിറ്റ് ചെയ്യുക. ഈ ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ 4 സെൻറ്റിമീറ്ററും 1 സെൻറ്റിമീറ്ററും സ്പ്ലിറ്റ് ചെയ്യണം. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. 4 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ സ്പ്ലിറ്റ് ചെയ്യുക. 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് ഞാൻ 1 സെൻറ്റിമീറ്റർ വരയ്ക്കേണ്ട ആംഗിൾ എന്ത് തന്നെയാണ്? 60 ഡിഗ്രിയാണ്. കാരണം ആ പാരലോഗ്രാം കണ്ടാൽ മനസ്സിലാവും ആംഗിളൊക്കെ 60 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ആംഗിൾ 60 ഡിഗ്രി വരയ്ക്കുക. അപ്പോൾ ഈ ലൈൻ വരയ്ക്കുമ്പോൾ 60 ഡിഗ്രി ആവും. അപ്പോൾ നമ്മൾ ഐസോസെലസ് ട്രപ്പീസിയത്തിൻ്റെ മൂന്നാമത്തെ വെർട്ടെക്സാണ് കിട്ടിയത്. താഴത്തെ 2 വെർട്ടെക്സ് ഉണ്ട്. മൂന്നാമത്തെ വെർട്ടെക്സ് കിട്ടി. അവിടെ നമ്മൾ നോക്കുക ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ ആ ലൈനിൻ്റെ അപ്പുറത്തുള്ള ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആ 60 ഡിഗ്രി അവിടെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത ലൈൻ കിട്ടും. അപ്പോൾ മൂന്നാമത്തെ വെർട്ടെക്സിലേക്കാണ് പോകുന്നത്. ഐസോസെലസ് ട്രപ്പീസിയത്തിൻ്റെ മൂന്നാമത്തെ വെർട്ടെക്സിലേക്കാണ് പോകുന്നത്. മൂന്നാമത്തെ വെർട്ടെക്സിൽ നമ്മൾ കൊണ്ടുപോയിട്ട് വയ്ക്കുക. ഇതാണ് മൂന്നാമത്തെ വെർട്ടെക്സ്. അവിടെ നമ്മൾ വീണ്ടും 60 ഡിഗ്രി താഴത്തുനിന്ന് മാർക്ക് ചെയ്യുക. 60 ഡിഗ്രി മാർക്ക് ചെയ്യാണ്. 60 ഡിഗ്രി മാർക്ക് ചെയ്തു. ഇപ്പോൾ നമുക്ക് അടുത്ത ലൈൻ വരയ്ക്കാം. ഇപ്പോൾ ഐസോസെലസ് ട്രപ്പീസിയത്തിൻ്റെ 3 വെർട്ടെക്സും 4 വെർട്ടെക്സും കിട്ടി. താഴെ 5ഉം മുകളിൽ 1 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഐസോസെലസ് ട്രപ്പീസിയത്തിൻ്റെ അടുത്ത വെർട്ടെക്സ് കിട്ടി.
ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ എൻഡിലൊക്കെ ഉള്ള ആംഗിൾ നമുക്കറിയാം. ഇനി വരുന്നത് 120 ഡിഗ്രിയാണ്. ഉള്ളിലുള്ള പോളിഗൺ, പുറമുള്ള പോളിഗൺ വരച്ച പോലെ തന്നെ ഉള്ളിലുള്ള പോളിഗൺ വരച്ചാൽ മതി. 120 ഡിഗ്രി വരച്ചാൽ മതി. ഈ ആംഗിൾ 120 ഡിഗ്രി. ഇപ്പുറത്തുള്ള ആംഗിളും എത്രയാണ്? 120 ഡിഗ്രിയാണ്. ഇവിടുന്ന് മാർക്ക് ചെയ്യണം 120 ഡിഗ്രിയിലേക്ക്. അപ്പോൾ ആംഗിളുമായി അത് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്തായി, ഉള്ളിലുള്ള പോളിഗണിൻ്റെ 3 സൈഡ് ആയിപ്പോൾ. ഇനി നമ്മൾ അവിടെയും 120 ഡിഗ്രി വരച്ചാൽ മതി. ഇവിടെയും 120 ഡിഗ്രി വരയ്ക്കുക. അപ്പോൾ അതും കിട്ടും. അടുത്ത സൈഡായി പോളിഗണിൻ്റെ 1 2 3 4 സൈഡായി കഴിഞ്ഞ് വീണ്ടും 120 ഡിഗ്രി വരയ്ക്കുക. അപ്പോൾ നമുക്ക് 120 മാർക്ക് ചെയ്യാം. ഇവിടെ 120 വരയ്ക്കാം. അപ്പോൾ നമുക്ക് അടുത്ത സൈഡായി. ഇനി നമുക്ക് പൊട്ടാട്ട ആവശ്യമില്ല, കാരണം ആ 2 പോയിൻ്റ് ജോയിൻ ചെയ്യുന്നതോടുകൂടി അടുത്ത് കിട്ടും. ഇപ്പോൾ നമുക്ക് ഉള്ളിലുള്ള പോളിഗൺ കെട്ടി നമുക്ക് മാച്ച് കളയാം ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ.